ഇറ്റലിയിലെ അറിയപ്പെടുന്ന ഒരു ട്രെയിൻ കമ്പനിയായിരുന്ന സാനിറ്റി 3 കമ്പാർട്ട്മെന്റുകളോടുകൂടി ഒരു പുതിയ ട്രെയിൻ നിർമ്മിക്കുന്നു. ഓരോ കമ്പാർട്ട്മെന്റുകളും വളരെയധികം ആഡംബരത്തോടെയായിരുന്നു കമ്പനി നിർമ്മിച്ചിരുന്നത്. ശേഷം റോമിലെയും ഇറ്റലിയിലെയും വളരെയധികം സമ്പന്നരായ വ്യക്തികളെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുവാൻ വേണ്ടി സാനിറ്റി എന്ന ട്രെയിൻ കമ്പനി ക്ഷണിക്കുന്നു. വളരെയധികം ആഡംബരം നിറഞ്ഞ ആ ഒരു ട്രെയിനിൻ്റെ ആദ്യ യാത്രയിൽ പങ്കെടുക്കുവാൻ വേണ്ടി റോമിൽ നിന്നും ഇറ്റലിയിൽ നിന്നും വളരെയധികം സമ്പന്നരായ 102 യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അങ്ങനെ 1911 ജൂൺ 14 റോമിൽ നിന്നും ഇറ്റലിയിലേക്ക് സാനിറ്റി എന്ന ട്രെയിൻ യാത്രയാരംഭിച്ചു. യാത്രക്കാർ വഴിയിലെ മനോഹരമായ കാഴ്ചകൾ കാണുകയും യാത്ര വളരെയധികം ആസ്വദിക്കുകയും ചെയ്തു. സമയം കടന്നുപോയി. സ്റ്റേഷനുകൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ട്രെയിൻ വലിയൊരു തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടതായി വരുന്നു. തുരങ്കത്തിനുള്ളിലൂടെയുള്ള ആ ഒരു നിമിഷത്തിനു വേണ്ടി യാത്രക്കാർ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ ട്രെയിൻ തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപാണ് അത് സംഭവിച്ചത്. ട്രെയിനിനെയും ട്രെയിനിലെ യാത്രക്കാരെയും വലിയൊരു കറുത്തിരുണ്ട പുകപടലം വന്ന് മൂടുകയാണ്. ഈ സാഹചര്യത്തിൽ യാത്രക്കാർ വളരെയധികം ഭയപ്പെടുകയുണ്ടായി. കൂടാതെ യാത്രക്കാർ ട്രെയിനിനകത്ത് ബഹളം വയ്ക്കുവാനും മറ്റും തുടങ്ങി. എന്നാൽ ട്രെയിൻ തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ട്രെയിനിലുണ്ടായിരുന്ന 2 യാത്രക്കാർ ട്രെയിനിനകത്ത് നിന്നും പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയാണ്. ഈ നിമിഷം ട്രെയിൻ സെക്കൻഡുകൾ കൊണ്ട് തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ആ ട്രെയിൻ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. പിന്നീട് യാതൊരുവിധ തെളിവുകളും സാനിറ്റി എന്ന ട്രെയിനിനെക്കുറിച്ച് ആർക്കും ലഭിച്ചിരുന്നില്ല. വിവരമറിഞ്ഞ പോലീസ് ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തുകയും ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ട 2 പേരെയും ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. അവർക്ക് പറയാനുണ്ടായിരുന്നത് പുകപടലം അവരെ വന്ന് മൂടിയ സംഭവം മാത്രമായിരുന്നു. പിന്നീട് എന്തു സംഭവിച്ചുവെന്ന് അവർക്ക് 2 പേർക്കും അറിയില്ലായിരുന്നു. തുരങ്കത്തിനുള്ളിൽ പോലീസ് ആ ട്രെയിനിനു വേണ്ടി തിരച്ചിൽ ആരംഭിച്ചുവെങ്കിലും അവർക്ക് ട്രെയിനിനെക്കുറിച്ച് ഒരു തെളിവുകളും ലഭിച്ചിരുന്നില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ആ തുരങ്കത്തിലൂടെയുള്ള യാത്രകളെല്ലാം തന്നെ നിരോധിക്കുകയുണ്ടായി. കൂടാതെ 2ാം ലോക മഹായുദ്ധകാലത്ത് ഈ ഒരു തുരങ്കം തകർക്കപ്പെടുകയും ചെയ്തു. സാനിറ്റി എന്ന ട്രെയിനിനെക്കുറിച്ച് പിന്നീട് പല തരത്തിലുള്ള കഥകളും പ്രചരിക്കുവാൻ തുടങ്ങി. എന്നാൽ അതെല്ലാം തന്നെ വെറും കെട്ടുകഥകളാണെന്ന് മാത്രം. എന്തായാലും സാനിറ്റി എന്ന ട്രെയിനിന്റെ അപ്രത്യക്ഷം ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ മിസ്റ്ററിയായി ഇന്നും തുടരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.